ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ്. നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നത്. വളരെ കുറഞ്ഞ മസാലകൾ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പോട്ടെ. അപ്പോൾ ഇതിനൊക്കെ നല്ല വൃത്തിയാക്കി വെട്ടി പൊളിച്ച് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. എന്താ മസാല അല്ലേ, അടിപൊളി മസാല കേട്ടോ. എൻ്റെ മണം തന്നെ ഭയങ്കര മണം. ചൂടേ സംഗതി വെന്ത് ശരിക്കും ഒരു പരുവത്തിലായിരുന്നിട്ടാ. കുറച്ച് നാരങ്ങ പോയി നോക്കാം. പൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അറബി നേരിട്ട് വിളിച്ചതാ എന്നെ. ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ട് തേങ്ങയിടാൻ ആലപ്പുഴയിൽ നിന്ന് ഞാൻ തന്നെ വരേണ്ടി വന്നില്ലേ? ഞാനെ വിളിച്ച ഞാൻ പറഞ്ഞ ആലപ്പുഴ അന്നല്ല അറബി വിളിച്ചേ പടച്ചു വിടുന്ന പോലെ. മഴയത്ത് മേക്കപ്പ് ഒലിച്ചു പോയ മേക്കപ്പ് ഒലിച്ചാക്കി പോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടി. ആരാ ഓടൊക്കെ മേക്കപ്പ് ഇടാൻ പറഞ്ഞത്? മയത്താലും മേക്കപ്പ് ഇടും. ഒരു കുടക്ക് ചൂടിക്കൊണ്ടോണ്ടേ ഇങ്ങനെ മേക്കപ്പ് സൂക്ഷിച്ചിടണം. ഒരു കുടക്ക് കൊണ്ടുപോകണം, പ്രൊട്ടക്ഷനെ. പോലീസിലേൽപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന ഫേക്ക് ന്യൂസ് കേട്ട് മുങ്ങി മരിക്കേണ്ടെന്ന് കരുതി തൂങ്ങി മരിച്ച യുവാവ്. അടിപൊളി ചങ്ങായി, സൂപ്പറാണ്. സൂപ്പറാ. ഇവനത്ര ബുദ്ധി ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. ഇവന്റെ ബുദ്ധി വെയിൽ വെക്കാതിരിക്കണ നല്ലത്. നമസ്കാരം. ഏറ്റവും കൂടുതൽ തവണ നാട്ടിൽ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചുപോയ റെക്കോർഡിട്ട യുവാവ് മാതൃകയായി എയർപോർട്ടിൽ. അങ്ങനെയുള്ള ചങ്കിനെ മെൻഷൻ ചെയ്തോ. പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തി. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കളിച്ച കണ്ണൂരിലെ കുമാറിനെ കെട്ടിയോൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അതുണ്ടായ സംഭവമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഈ മാസത്തിനുള്ളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെലവായത് മഞ്ഞൾപ്പൊടി. കാരണം എല്ലായിടത്തും മഞ്ഞൾപ്പൊടി ചെലവായിക്കണം. കൂടാതെ കുമാറിന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യം. ഞാൻ ഇതാക്കണ്ട്, അഗ്രി ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറയാമോ? ഒരു പേർഷ്യൻ കാറ്റിനെ കിട്ടിയപ്പോ എന്റെ മുതലാളി എന്നെ പുറത്താക്കി. അങ്ങനത്തെ ഡിപ്രഷനിലോട്ട് പോവുക. അച്ഛനോട് ചോദിച്ചിട്ട് പോക്കോ. പിന്നെ എന്ത് ഡിഫറൻസിട്ട് പോവാൻ? അച്ഛനോട് ചോദിച്ചിട്ട് പോവാനോ? 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം. നിങ്ങൾ ചങ്കിനോട് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തു. ബൈക്കിൽ പെട്രോൾ ഉണ്ടോ എന്നറിയാനായി തീപ്പെട്ടി കത്തിച്ചു നോക്കിയ റൈഡർ അക്ഷയ് യാത്രയായി. പെണ്ണ് കാണാൻ പോയ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കണ്ട് അച്ഛൻ പട്ടാളത്തിലാണല്ലേ എന്ന് ചോദിച്ച വരുൺ ഹ്യൂമൻ. ഇങ്ങനൊക്കെ കറക്റ്റ് ചോദിച്ചാല് തലക്കൊന്നും ഇല്ലെന്ന് മനസ്സിലാവും. ഹ്യൂമാനിറ്റീസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ബസ്സിൽ പോകുന്ന വഴി കൈയും തലയും പുറത്തിടരുതെന്ന് എഴുതിയത് കണ്ട് കാല് പുറത്തിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥി. ഇത് പരീക്ഷയ്ക്ക് തുണ്ട് വെക്കരുതെന്ന് ഉള്ളതുണ്ടല്ല. ബുക്കുണ്ടായിരുന്നു എപ്പോഴും ടീം വെച്ചാണ് പോയിരുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത, രോഗിയുടെ മുറിവിൽ സ്റ്റിച്ച് ഇടുന്നതിന് പകരം ഫെവിക്യൂക്ക് പുരട്ടിയ നഴ്സിന് സസ്പെൻഷൻ. വെളുപ്പ് നിറമുള്ള വസ്തുക്കളുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ പല്ലുതീട്ടം എന്നെഴുതിയ അഖിൽ ഹ്യൂമാനിറ്റീസിന്റെ തല വിദഗ്ധ പരിശോധനയ്ക്കായി ഉപ്പിലിട്ട് വെച്ചു. നിങ്ങളുടെ കാലൻ ഒരു പണി കിട്ടിയിരിക്കുക ഗൈസ്. എന്റെ പോത്തിനെ കാണാനില്ല, മൂക്കിലൊരു മണിയൊക്കെ ഉണ്ട്. കണ്ട പ്ലീസ് ടാഗ് ഓർ DM me. ഓക്കെ, ഇതിപ്പോ പോത്തിനെ കിട്ടാതെ തിരിച്ചു പോകാനും പറ്റത്തില്ല. 10-15 പേരെ ഇനിയും കൊണ്ടുപോകാനും ഉണ്ട്. ഒടുക്കത്തെ വർക്ക് പ്രഷറാണ് ഗൈസ്. ദിലീഷേ മോനെ, എന്റെ കയർ എവിടെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം വരാറില്ല ഗൈസ്. ഫ്രീ വൈഫൈ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാരും ചാടി വരും. സാധാരണ എന്റെ ഒറ്റ വിളിക്ക് തന്നെ അവൻ വരാറുണ്ട്. നോക്കട്ടെ മോനെ ദിലീഷേ, എവിടാ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്.
ഈ ഓട്ടോക്കാരൻ ചേട്ടൻ അവനെ അടുത്തൊരു പശുവിന്റെ ഒപ്പം കണ്ടെന്നാ പറയുന്നത്. ഞാനിപ്പോ സ്പോട്ടിലേക്ക് പോവാണ്. ഈ മനുഷ്യന്മാര് തെണ്ടികള് അവനെ വെട്ടി കറി വെച്ച് ഗൈസ്. ഈ 300 രൂപ മാത്രം. അവഞ്ചേഴ്സിൽ സൂപ്പർ ഹീറോ ആയിരുന്നു, ഇവിടെ ഡെമോളിഷൻ വർക്കർ. എന്റെ വെബ് പവർ ഉപയോഗിച്ച് തേങ്ങ പറിക്കുന്നു. ഒരു തേങ്ങയ്ക്ക് വെറും 5 രൂപ. ന്യൂയോർക്കിൽ ഞാൻ വില്ലന്മാരോട് പോരാടി, ഇവിടെ ഞാൻ തേങ്ങകളുമായി പോരാടും. കേരളത്തിലെ ലാഭല്ലേ 5 പെട്ടി അവിടെ കൂട്ടിനവരല്ലോ. മികച്ച പെസ്റ്റ് കൺട്രോൾ സർവീസ്. ഞാൻ ഉറുമ്പുകളോട് സംസാരിക്കും, അവർ മറ്റു പ്രാണികളോട്. വീട്ടൊന്നിന് വെറും 200 രൂപ. ഇവിടെ ഞാൻ ഈ പണി എത്ര കഷ്ടമാണ്. ദിവസം മുഴുവൻ കല്ല് പൊട്ടിക്കുന്നു, പക്ഷെ സാലറി 500 രൂപ മാത്രം. 500? ഞാൻ കടികൾ ഉണ്ടാക്കാൻ എന്റെ ക്ലോ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു വടക്ക് 5 ദിവസവും ചായല കയറിയത് കിലോയ്ക്ക് 20 രൂപ മാത്രം. ക്രിപ്റ്റണിൽ നിന്ന് വന്ന് ഇവിടെ ചായല തൊഴിലാളിയായി. സൂപ്പർമാൻ അല്ല, സൂപ്പർ വർക്കർ. അത് നല്ലൊരു പോയിന്റ്. ഞാനിപ്പോ കേരളത്തിലെ ഏറ്റവും ധനികനായ സൂപ്പർ ഹീറോയാണ്. ഈ മാസം 5 തവണ എന്റെ വൃക്ക ദാനം ചെയ്യും. ഓരോന്നിനും 2 ലക്ഷം രൂപ. എന്റെ പുനരുജ്ജീവന ശക്തിയാണ് എന്റെ ATM മെഷീൻ. കേരളത്തിൽ ഞാൻ കഠിനമായ ജോലിയാണ് ചെയ്തത്. അവരെന്നെ ഉപയോഗിച്ച് ധാരാളം അല്ലേ. എന്റെ മത്സ്യ സുഹൃത്തുക്കളെ ടൂർ ഗൈഡുകളായി ഉപയോഗിക്കും. അവർ വിനോദസഞ്ചാരികൾക്ക് മികച്ച സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. പക്ഷെ ഒരു യാത്രയ്ക്ക് 6 മണിക്കൂറിന് 500 രൂപ മാത്രം. കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ ഫുഡ് ഡെലിവറി. റെസ്റ്റോറന്റിൽ നിന്ന് ഉപഭോക്താവിലേക്ക് 30 സെക്കൻഡ്. പക്ഷെ സൊമാറ്റോ ഒരു ഡെലിവറിക്ക് 15 രൂപ മാത്രമാണ് തരുന്നത്. മതിയല്ലോ, അനക്കതൊക്കെ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം.